In this video, we are going to discuss about components of the computer system. A computer has two major components, hardware and software. What is a hardware? A hardware refers to all physical components associated with a computer system. ഒരു കമ്പ്യൂട്ടറിൻ്റെ എല്ലാ physical components or touchable parts of all touchable devices of a computer system is known as hardware. Software means it is a set of instructions for the hardware to perform a specific task. So software means it is the set of instructions given to the hardware to perform some task. So അങ്ങനെ രണ്ട് components ആണ് മെയിൻ ആയിട്ട് കമ്പ്യൂട്ടറിനുള്ളത്, ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും. So hardware means hardware represents the tangible and the visible parts of a computer. So major hardware devices are processor, motherboard, peripherals and parts, memory, input-output devices. So ഒരു കമ്പ്യൂട്ടറിൻ്റെ വിസിബിൾ പാർട്സ് അല്ലെങ്കിൽ ടച്ചബിൾ പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടേഴ്സിനെയാണ് നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. മെയിൻലി കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന ഹാർഡ്വെയർ ഡിവൈസസ് ആണ് പ്രൊസസ്സർ, motherboard, peripherals and parts, memory, input-output devices. What is a processor? Processor or CPU. CPU നെ തന്നെയാണ് നമ്മൾ processor എന്ന് പറയുന്നത്. It is responsible for all computing and decision-making operations and coordinate the working of a computer. So as we know, CPU or central processing unit performs all computing and decision-making operations. അതുപോലെ തന്നെ it coordinates the working of a computer. So major processors are Intel Core i3, Core i5, Core i7, AMD, Quad Core, etc. So this is the figure of Intel Core i5 and Core i7. Registers. Registers are the storage locations inside CPU. CPU-ൻ്റെ അകത്ത് ഡാറ്റ ടെമ്പററി ആയി സ്റ്റോർ ചെയ്യുന്നത് രജിസ്റ്റേഴ്സിൻ്റെ അകത്താണ്. സോ ഇമ്പോർട്ടൻറ്റ് രജിസ്റ്റേഴ്സ് ഇൻസൈഡ് എ CPU ആർ അക്യുമുലേറ്റർ, മെമ്മറി അഡ്രസ് രജിസ്റ്റർ, മെമ്മറി ബഫർ രജിസ്റ്റർ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ആൻഡ് പ്രോഗ്രാം കൗണ്ടർ. ഫസ്റ്റ് വൺ ഈസ് അക്യുമുലേറ്റർ. Accumulator is part of ALU, Arithmetic Logic Unit. So this register is used to store data to perform arithmetic and logical operations, as well as the result of an operation is also stored. നമുക്കറിയാം CPU-ൻ്റെ അകത്തുള്ള മേജർ കമ്പോണൻസ് ആണ് ALU, രജിസ്റ്റേഴ്സ്, കൺട്രോൾ യൂണിറ്റ്. ALU-ലാണ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ ആവശ്യമുള്ള ഡാറ്റ താൽക്കാലികമായി സ്റ്റോർ ചെയ്യുന്നത് അക്യുമുലേറ്ററിലാണ്. അതുപോലെ തന്നെ ആഫ്റ്റർ ദാറ്റ് ഓപ്പറേഷൻ ആ റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നതും അക്യുമുലേറ്റർ രജിസ്റ്ററിലാണ്. സോ അക്യുമുലേറ്റർ രജിസ്റ്റർ ഇസ് എ പാർട്ട് ഓഫ് ALU. മെമ്മറി അഡ്രസ് രജിസ്റ്റർ. ഇറ്റ് സ്റ്റോർസ് ദ അഡ്രസ് ഓഫ് എ മെമ്മറി ലൊക്കേഷൻ. അപ്പോൾ എവിടെയാണോ ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുള്ളത് ആ ഡാറ്റ സ്റ്റോർ ചെയ്ത മെമ്മറിയുടെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രജിസ്റ്ററാണ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ. It is also a temporary storage location. Memory buffer register. It holds the data either to be written or to or read from the memory by the processor. So, processor ആവശ്യമായിട്ടുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രജിസ്റ്ററാണ് മെമ്മറി ബഫർ രജിസ്റ്റർ. മെമ്മറി ബഫർ രജിസ്റ്ററിൽ ആവശ്യമായ ഡാറ്റ എന്താണോ പ്രോസസ്സ് ചെയ്യുന്നത് ആ ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുന്നത്. Instruction register. The instructions to be executed by the processors are stored in the instruction register. Processor ആ സമയത്ത് സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ ആ സമയത്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രജിസ്റ്ററാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ലാസ്റ്റ് വൺ പ്രോഗ്രാം കൗണ്ടർ. ഇറ്റ് ഹോൾഡ്സ് ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ് ബൈ ദ പ്രൊസസ്സർ. പ്രോഗ്രാം കൗണ്ടർ രജിസ്റ്ററിൽ അടുത്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ കറണ്ടായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യുന്നത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലാണ്.
ആ ഇൻസ്ട്രക്ഷൻ ആവശ്യമായ ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുള്ളത് മെമ്മറി ബഫർ രജിസ്റ്ററിലാണ്. ആ ഡാറ്റയുടെ അഡ്രസ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് മെമ്മറി അഡ്രസ് രജിസ്റ്ററിലാണ്. ഇനി ലാസ്റ്റ് വൺ PC, പ്രോഗ്രാം കൗണ്ടർ എന്ന രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നത് അടുത്ത എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന രജിസ്റ്ററാണ് പ്രോഗ്രാം കൗണ്ടർ. സോ ഇങ്ങനെ മെയിനായിട്ട് CPU-ൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഡാറ്റ താൽക്കാലികമായി സ്റ്റോർ ചെയ്യുന്ന ലൊക്കേഷൻസിനെയാണ് നമ്മൾ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. മെയിനായിട്ട് 5 രജിസ്റ്ററാണുള്ളത്. അക്യുമുലേറ്റർ, ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ALU. മെമ്മറി അഡ്രസ് രജിസ്റ്റർ hold the address of the memory location. Memory buffer register stores the data. Instruction register stores the current instruction, and program counter stores the address of the next instruction to be executed. ഇങ്ങനെ 5 രജിസ്റ്റേഴ്സ് ആണ് CPU-ൻ്റെ അകത്തുള്ളത്. Second hardware device is motherboard. Motherboard is a large printed circuit board, or it is a PCB, to which all the major components including the processors are integrated. This is the figure of motherboard. ഈ ഒരു ലാർജ് പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡിലാണ് സിസ്റ്റത്തിൻ്റെ ആവശ്യമായിട്ടുള്ള എല്ലാ കമ്പോണൻസും എംബഡ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡിനെയാണ് നമ്മൾ മദർ ബോർഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്താണ് പ്രോസസ്സർ, റോം എന്ന് വേണ്ട സിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ചിപ്പുകളും എംബഡ് ചെയ്തിട്ടുള്ള ഈ ഒരു പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡിനെയാണ് നമ്മൾ മദർ ബോർഡ് എന്ന് പറയുന്നത്. പെരിഫറൽസ് ആൻഡ് പോർട്സ്. പെരിഫറൽസ് ആർ ഡിവൈസസ് ദാറ്റ് ആർ അറ്റാച്ച്ഡ് ടു എ കമ്പ്യൂട്ടർ സിസ്റ്റം. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റവുമായി അറ്റാച്ച് ചെയ്തിട്ടുള്ള മറ്റ് ഡിവൈസസുകളെയാണ് നമ്മൾ പെരിഫറൽസ് എന്ന് പറയുന്നത്. സോ പെരിഫറൽസ് ഇൻക്ലൂഡ് input devices, output devices, external storage and communication devices. അപ്പോൾ കമ്പ്യൂട്ടർ സിസ്റ്റവുമായി അറ്റാച്ച് ചെയ്തിട്ടുള്ള മറ്റെല്ലാ ഡിവൈസസുകളെയും നമ്മൾ പൊതുവെ പെരിഫറൽസ് എന്നാണ് പറയുന്നത്. സോ പെരിഫറൽസ് എന്ന് പറയുന്ന സമയത്ത് അതിൽ ഇൻപുട്ട് ഡിവൈസസ് ഉണ്ടാവും, ഔട്ട്പുട്ട് ഡിവൈസസ്, എക്സ്റ്റേണൽ മെമ്മറി, കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്, ഇങ്ങനെ എല്ലാ ഡിവൈസസുകളെയും കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന ടേമാണ് പെരിഫറൽസ്. പോർട്സ്. Ports on the motherboard are used to connect external devices. ഈ പെരിഫറൽ ഡിവൈസസിനെ കണക്ട് ചെയ്യാൻ, കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഏരിയയാണ് പോർട്ട് എന്ന് പറയുന്നത്. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോർട്ട്സ് ആർ സീരിയൽ പോർട്ട്. സീരിയൽ പോർട്ട് ട്രാൻസ്മിറ്റ് ഡാറ്റ 1 bit at a time. ഓരോ സിംഗിൾ ബിറ്റ് ബൈ ബിറ്റ് ആയിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സീരിയൽ പോർട്ട്. So mainly modem, mouse or keyboards were connected through serial ports. Parallel port. It can transmit several bits of data simultaneously. So serial portal 1 bit at a time and transfer ചെയ്യുന്നതെങ്കിൽ parallel portal several bits ഒരേ സമയം ട്രാൻസ്ഫർ ചെയ്യാനുള്ള കഴിവ് parallel portal-നുണ്ട്. So it is faster than serial port and it is used to connect printer, scanner, etc. to the computer. USB port. It is a connection that provides high-speed data communication between devices. നമ്മൾ USB പോർട്ട് വഴിയാണ് ഹൈ സ്പീഡ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ചെയ്യുന്നത്, ഫ്ലാഷ് ഡിവൈസസ് എക്സെട്ര. ഓഡിയോ പോർട്ട്. ഇറ്റ് ഈസ് യൂസ് ടു കണക്ട് ഓഡിയോ ഡിവൈസസ് ലൈക്ക് സ്പീക്കേഴ്സ്, മൈക്രോഫോൺ. ഓഡിയോ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന, ഓഡിയോ ഡിവൈസസ് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പോർട്ടാണ് ഓഡിയോ പോർട്ട്. VGA പോർട്ട്, വിഷ്വൽ ഗ്രാഫിക്സ് അറേ. It is used to connect monitor or projector to a computer. മോണിറ്ററും പ്രൊജക്ടറും ഒക്കെ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യുന്ന പോർട്ടാണ് VGA port. LAN port. It is a port that allows a computer to connect to a network using a wired connection. മറ്റുള്ള കമ്പ്യൂട്ടറുകളുമായി പരസ്പരം കണക്ട് ചെയ്യാൻ, വയേർഡ് ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പോർട്ടാണ് LAN port. സോ ഈ പോർട്ട്സ് എല്ലാം നമുക്ക് കാണാം. സോ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPU-ൻ്റെ ബാക്കിലുള്ള ഏരിയയാണ്. ഇവിടെയാണ് നമ്മൾ ഈ ഓരോ പോർട്ട്സും ഇതിനെയാണ് പറയുന്നത്. സോ ദിസ് ഈസ് ഫോർ കണക്റ്റിംഗ് മൗസ്, കീബോർഡ്, ആൻഡ് ദിസ് ഇസ് ദ USB port, 2 serial port, and this one is parallel port. This is audio input and output port, VGA port. ഇങ്ങനെ സിസ്റ്റത്തിൻ്റെ ബാക്കിൽ പെരിഫറൽ ഡിവൈസസിനെ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മദർ ബോർഡുമായി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോർട്ട് യൂസ് ചെയ്യുന്നത്. പെരിഫറൽ മീൻസ് ഓൾ എക്സ്റ്റേണൽ ഡിവൈസസ് ഇൻക്ലൂഡിങ് ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് എക്സെട്ര.
സോ ഈ ഡിവൈസുകളെ, ഈ പെരിഫറൽ ഡിവൈസസിനെ മദർ ബോർഡുമായി കണക്ട് ചെയ്യുന്നത് പോർട്ട് വഴിയാണ്. സോ അങ്ങനെ നമ്മൾ വ്യത്യസ്തങ്ങളായ പോർട്ടുകൾ ഇവിടെ പരിചയപ്പെട്ടു. സീരിയൽ പോർട്ട്, പാരലൽ പോർട്ട്, USB പോർട്ട്, ഓഡിയോ പോർട്ട്, VGA പോർട്ട്, LAN പോർട്ട്. സോ ഇതെല്ലാം നമ്മൾ കാണുന്ന, നമ്മുടെ സിസ്റ്റത്തിൻ്റെ ബാക്കിൽ കാണുന്ന വ്യത്യസ്തങ്ങളായ പോർട്ടുകളാണ്.